എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. നോമ്പുതുറ സമയത്ത് നമ്മളുടെ മിക്കവരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്ന രണ്ട് ഐറ്റമാണ് സമോസയും സ്പ്രിംഗ് റോളും. അപ്പൊ സമോസ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു റുസ്വാൻ സമോസ? നല്ല ക്രഞ്ചി ആയിരുന്നു. ക്രഞ്ചി, നല്ല ക്രിസ്പി ആയിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്പ്രിംഗ് റോളാണ്. അപ്പൊ സ്പ്രിംഗ് റോളില് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ആ ഒരു ഫില്ലിങ് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ വീഡിയോ കണ്ട ശേഷം ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു വെറൈറ്റി സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്വിറ്റ്സിന്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കുന്നതിന് 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെക്കണം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചക്കയാണ് കേട്ടോ. നല്ല പഴുത്ത വരിക്ക ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡാഡിയുടെ ചക്കയാണ്. അതാകുമ്പോ നല്ലതേ കണ്ടോ, ഇതിന്റെ ചവണിയും കുരുവൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനുള്ളത് കേട്ടോ. നല്ല കളറുണ്ട്, പിന്നെ നല്ല കട്ടിയുള്ള ചൊളയാണ്. അപ്പം നമുക്ക് കുറച്ച് ചക്കച്ചൊള എടുത്ത്, ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവോ കണക്കൊന്നും ഇല്ല കേട്ടോ. അപ്പൊ കുറച്ച് ചൊള എടുത്തിട്ട് ഇതുപോലെ ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അത് വേണം നമുക്ക്. അതൊന്ന് നീളത്തിന് കട്ട് ചെയ്ത് എടുക്കാവോ? നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് മാതിരി ഒന്ന് നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ചെയ്യാം. ഇത്രയും മതിയാകും. ഇതുപോലെയാണ് നമ്മളിത് ക്രഷ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കുറച്ച് ചക്കതേ ഇപ്പൊ നിസാറിക്ക കട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മളുടെ വരിക്കച്ചക്ക കിട്ടുന്ന സീസണാണ് ഇപ്പോഴേ. ചക്ക കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഒരു വെറൈറ്റി ഇല്ലേ നല്ലത്. ഇത്രയും മതിയോ? മാറ്റി നോമ്പ് കുറിയും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കിസ്മിസും വേണം, കാഷ്നട്ടും വേണം. ഈ കാഷ്നട്ട് നമുക്ക് നിസാർക്കടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറയാം. അല്ല, കുറച്ചിങ്ങനെ നുറുക്കി എടുക്കത്തില്ലേ അതുപോലെ. നമ്മളിപ്പോ മിക്സിയിലാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ അതെ, കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്യുമ്പം പെട്ടെന്ന് ക്രഷ് ആയിട്ട് കിട്ടും. നമ്മൾ കുറച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴേക്കും അത് നമ്മൾ കഴിക്കുമ്പോ ഒരു കടിക്കാനൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടും. പിന്നെ ഒരു ടേസ്റ്റ്, ഇതൊക്കെ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. അപ്പൊ പിസ്തയോ ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കപ്പലണ്ടി കിട്ടിയാല് കപ്പലണ്ടി നുറുക്കിയിടാം. അതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത്രയും മതിയാവും. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റിക്കേ. ക്ലാസ് കഴിഞ്ഞോനെ? ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടാ. അപ്പൊ അതിനിരിക്കുന്നു. വേണ്ട, കണ്ടോ, ഇതുപോലെ നമ്മള് നുറുക്കി എടുക്കണം കേട്ടോ. വേണ്ട വേണ്ട, എന്റെ ജോലി കഴിഞ്ഞു. ഞാൻ സുൽത്താൻ വന്നിട്ടുണ്ട്, സുൽത്താനെ കൊണ്ട് ബാക്കി ചെയ്യിപ്പിക്കും. അപ്പൊ മോൻ ഇന്ന് ഒന്ന് ഇളക്കി തരാനൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ മോനെ ഈ ഗ്യാസ് ഒന്ന് കത്തിച്ചേ. മീഡിയം ഫ്ലെയിമിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടാകട്ടെ. ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. രണ്ടും ഒരുമിച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും മതിയാകും. അങ്ങനെ ഇത് ആ ബൗളിലേക്ക് മാറ്റും.
നമ്മുടെ കാഷ്നട്ടിന്റെ കുറച്ചൊക്കെ അതിലുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചക്ക ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല മണം. അത് ഈ നെയ്യിൽ ചക്ക അടക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല, എന്നാലും നമുക്ക് ഇതിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. മതിയാ? അത്രയും മതിയാവും. അപ്പൊ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാഷ്നട്ടും കിസ്മസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം. അപ്പൊ ഇത്രയും മതിയാകും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തണുത്ത് കിട്ടാനാണ് നമ്മളൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പം നമുക്കിതേ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പം നമ്മളുടെ ഫില്ലിങ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒട്ടിച്ചെടുക്കാനുള്ള ഗ്ലൂ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു പേസ്റ്റ് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോരുത് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫില്ലിംഗ് റെഡിയാണ്. പിന്നെ നമ്മൾ കുറച്ച് ചക്ക സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളുടെ ഗ്ലൂ, അതായത് മൈദാമാവ് മിക്സ് ചെയ്തത്. പിന്നെ നമ്മളുടെ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ഷീറ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു നനഞ്ഞ ക്ലോത്ത് വേണം എടുക്കാനുള്ളത്, നനച്ച് പിഴിഞ്ഞ ക്ലോത്ത്. എന്നിട്ട് ഈ ക്ലോത്തിനകത്തേക്ക് വെച്ചിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ ഷീറ്റ് വീതം എടുക്കാനുള്ളത്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഈ ഷീറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ ഷീറ്റ് നമുക്ക് പൊതിഞ്ഞ് ഫ്രീസറിലേക്ക് മാറ്റാം. നമ്മൾ ഇതുപോലെ ഷീറ്റ് എടുക്കണം. ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ എടുത്ത് വെക്കണം കേട്ടോ. അതായത് ഡയമണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് ഫില്ലിംഗ് വെക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചക്ക ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്കിത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് അകത്തേക്ക് വെച്ച് കൊടുക്കും. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇങ്ങനെ റോൾ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജിൽ നമുക്ക് കുറച്ച് ഈ മൈദയുടെ പേസ്റ്റ് ഇതുപോലെ തേച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ സ്റ്റിക്കായി ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ സ്പ്രിംഗ് റോള് ഞാനിവിടെ ഫില്ല് ചെയ്ത് എല്ലാം റോൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക്
ഈ ഓരോ റോളും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് നല്ല ഹൈജീനിക്കുമാണ്. ഒരു സൈഡ് ഇതുപോലെ റെഡി ആവുന്ന അനുസരിച്ച് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കാണ് എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റണം. ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ വെറൈറ്റി ഫില്ലിംഗ് ഉള്ള സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതിന്റെ അകത്ത് ചക്കയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതന്നെ, നിങ്ങൾക്ക് ഇതില് വെറൈറ്റി വരുത്തണം തോന്നിയാല് അതിൽ വെറൈറ്റി ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആണ്, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. വെറൈറ്റി.